ഇതുണ്ടല്ലോ നമ്മുടെ ഒരു കോമ്പയുടെ പെങ്കൊച്ചാണ്. ഈ കൊച്ചിനെ ഈ കൊച്ചു 30 ദിവസമായിരുന്നപ്പോൾ ഒന്ന് കണ്ടത്. വെറും 5 മിനിറ്റത്തെ പരിചയമുള്ളായിരുന്നു. പിന്നെ ഇന്നാണ് ഞാൻ ഈ വിത്തിനെ ഒന്ന് കാണുന്നത്. വിത്തിന് ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോഴേ. കൊച്ചിന്റെ പേര് കൺമണി എന്നാണ്. ഇപ്പം ഞാൻ തന്നെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, കോമ്പ എന്ന് പറയുന്നത് അഗ്രഷൻ വളരെയധികം കൂടുതലാണ്. ഈ പെണ്ണ് കണ്ട എൻ്റെ മുന്നിൽ കണ്ട പാവത്തിനെ പോലെ കൊഞ്ചിപ്പാറുമായിട്ട് നടപ്പുണ്ട്. എപ്പോഴാണ് ഈ വിത്തിൻ്റെ സ്വഭാവം മാറുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ അമ്മച്ചി ഭയങ്കര കടിയെത്തിയ കേട്ടോ. ആ സ്വഭാവം വല്ലതും എടുത്താലുണ്ടല്ലോ. ഇവിടെ അച്ഛൻ പിന്നെ അങ്ങ് തമിഴ്നാട്ടിലെ ആളാണ്. അച്ഛൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇവളെന്തായാലും എൻ്റെ ഇടയ്ക്ക് നല്ല അങ്ങോട്ട് നോക്കുക, ക്യാമറയ്ക്ക് മുന്നേ നോക്കുക വേണേ. എൻ്റെ മുന്നേ നല്ല പാവത്തെ പോലൊക്കെ ഇരിക്കുന്നു. ഇനി എങ്ങാണോ എന്നെ വന്ന് കടിക്കാൻ എങ്ങാണോ വന്നാല ഞാൻ വരുമ്പോഴാണ്. നമ്മുടെ ഈ കൺമണി കൊച്ചേ 3 മാസമായ കൊച്ചാണ്. ആ 3 മാസത്തിൻ്റെ ആ വികൃതിത്തരം എല്ലാം ഒക്കെ ഉണ്ട്. ഇനി അങ്ങോണോ കടിയത്തിയായിട്ട് അങ്ങനെ വന്നാല എന്തുവാ എൻ്റെ കൊച്ചങ്ങനെ വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ. എന്തുവാ എന്നാ അപ്പം ഇവളെന്നോട് പറഞ്ഞു, നീ എല്ലാ വീഡിയോക്കത്തിലും പറയത്തില്ല ഞങ്ങൾ ഭയങ്കര കടിയന്മാരാന്നൊക്കെ. പക്ഷെ ഈ കൊച്ച് ആ രീതി വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ എന്നെ അങ്ങ് പറഞ്ഞ് നാണം കെടുത്തി കളഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആയിരിക്കും കൊച്ചി ഇത്രയും അഭിനയിച്ച് തകർക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ കൊച്ചി ഇച്ചിരി അഗ്രഷനൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ അപ്പം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ആരും നോക്കിയിരിക്കടി. മാനം കാക്കും കേട്ടോ. പറഞ്ഞതിന് തിരിച്ച് പറയേണ്ട അവസ്ഥ വന്നോ? ഉയ് അപ്പം ഞങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലേ ഇങ്ങനെയൊക്കെ അഭിനയിക്കത്തുള്ളൂ. ക്യാമറയ്ക്ക് പിന്നെയും ഞങ്ങൾ ഇച്ചിരി ക്രൂര മോന്തയൊക്കെയുള്ള വിത്താന്നൊക്കെയാണ് കൊച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കൊച്ചിൻ്റെ പെങ്കൊച്ചാ കേട്ടോ. കൊച്ചിൻ്റെ ചെറുക്കന്മാരൊന്നും ആയിട്ടില്ല. അതും കൊച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പം അതുകൂടെ എന്നോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. കല്യാണാലോചന മുട്ടയിന്ന് വിരിഞ്ഞില്ല, പക്ഷെ അതിന് മുന്നേ ചെറുതായിട്ടൊരു കല്യാണാലോചനയൊക്കെ നടത്തി വെച്ചേക്കാൻ പറഞ്ഞു. പിന്നെ ഞാനൊരു സിനിമയിലൂടെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി ജാടയും അഹങ്കാരവും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ചെറുക്കനെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളൂ എൻ്റെ ഈ കൊച്ചിൻ്റെ വിശേഷങ്ങൾ.